നാറ്റോ സംഖ്യകൾക്കിടയിലെ വ്യാപാര പ്രതിരോധ ബന്ധം ഊഷ്മളമാക്കാനുള്ള ട്രംപിന്റെ നയങ്ങളുടെ ഭാഗമായി തുർക്കിക്ക് $304 മില്യൺ അതായത് ഏകദേശം 260 കോടി രൂപ വിലയുള്ള മിസൈൽ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇതിനായുള്ള കരാറിന് US അംഗീകാരം നൽകി. US കോൺഗ്രസിന്റെ പച്ചക്കൊടി കൂടി ലഭിച്ചാൽ ആയുധങ്ങൾ കൈമാറുമെന്നാണ് റിപ്പോർട്ട്. വ്യാഴാഴ്ച ഇസ്താംബൂളിൽ നടന്ന നാറ്റോ വിദേശകാര്യ സെക്രട്ടറിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എത്തിയപ്പോഴാണ് ഇതു സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചത്. $225 ദശലക്ഷം വിലമതിക്കുന്ന 53 നൂതന മധ്യദൂര എയർ ടു എയർ മിസൈലുകളും 79.1 ദശലക്ഷം വില വരുന്ന 60 ബ്ലോക്ക് സെക്കൻഡ് മിസൈലുകളുമാണ് തുർക്കി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി വ്യക്തമാക്കുന്നു. RTS കോർപ്പറേഷനാണ് വിൽപ്പനയുടെ പ്രധാന കരാറുകൾ. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തുർക്കി വാങ്ങിയതോടെ ഇടഞ്ഞ ട്രംപിനെ അനുനയിപ്പിക്കാൻ കൂടിയാണ് എർദോഗൻ ആയുധം വാങ്ങുന്നതെന്നും ഇതിനു പുറമെ സിറിയൻ കുർദ് വിമതകർക്കെതിരായ തുർക്കിയുടെ പോരാട്ടത്തിന് പിന്തുണ ഉറപ്പിക്കാനാണെന്നും റിപ്പോർട്ടുകളുണ്ട്. US പിന്തുണയുള്ള പുതിയ സിറിയൻ സൈന്യം തുർക്കിക്കെതിരായ 4 പതിറ്റാണ്ട് നീണ്ട പോരാട്ടം അവസാനിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇത് തുർക്കിയെ കൂടുതൽ കരുത്തരാക്കുമെന്നാണ് അങ്കാറയുടെ കണക്കുകൂട്ടൽ. F-35 യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ തുർക്കി ആവർത്തിച്ച് താൽപര്യം വ്യക്തമാക്കിയിരുന്നു. 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം കൈവശമാക്കണമെങ്കിൽ S-400 വാങ്ങിയതോടെ US ഏർപ്പെടുത്തിയ ഉപരോധം നീങ്ങുകയും വേണം. S-400 റഷ്യയിൽ നിന്ന് വാങ്ങരുതെന്ന വാഷിംഗ്ടൺ നിർദ്ദേശം തള്ളിയാണ് തുർക്കി വ്യോമ പ്രതിരോധം സ്വന്തമാക്കിയത്. പുതിയ ആയുധ കരാറിലൂടെ ഈ പിണക്കം മാറ്റാമെന്നും എർദോഗൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സൈനിക ശേഷിയിൽ നാറ്റോയിലെ പ്രബലരാണ് USഉം തുർക്കിയും. അതുകൊണ്ട് തന്നെ 7 പതിറ്റാണ്ടായി തുടരുന്ന ബന്ധം ഊഷ്മളമായി നിലനിർത്തേണ്ടതുണ്ടെന്ന് എർദോഗനും കരുതുന്നുണ്ട്. സിറിയയിലെ ഓപ്പറേഷൻ ഏകോപിപ്പിച്ച് സൈനികരെ 1000-ൽ താഴെയായി ചുരുക്കാൻ തീരുമാനിച്ചപ്പോൾ തുർക്കിയാണ് അതിർത്തിയിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് സൈനികരെ നൽകി USനെ സഹായിച്ചത്. അതേസമയം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ USനൊപ്പം മുൻകൈയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം US തുർക്കിക്ക് ആയുധങ്ങൾ നൽകുന്നതിനെ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പഹൽഗാമിലെ പാക് ഭീകരതയ്ക്ക് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയപ്പോൾ പാകിസ്ഥാന് തുർക്കി കൈയയച്ച ആയുധങ്ങൾ നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കയിൽ നിന്നും സ്വന്തമാക്കുന്ന ആയുധങ്ങൾ കൂടി തുർക്കി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ പാകിസ്ഥാന് നൽകുമോ എന്ന ആശങ്കകളും നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. 350-ലേറെ ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും പാക് സൈന്യത്തിന് തുർക്കി നൽകിയെന്നായിരുന്നു ഇന്ത്യ ടുഡേ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. യുദ്ധോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള വിദഗ്ധരെയും തുർക്കി നൽകിയെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കിയുടെ 2 സൈനികരും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ട് പുറത്തുവന്നു. ബൈറാക്തർ TB2 YIHA ഡ്രോൺ എന്നിവയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത്. നിരീക്ഷണത്തിനായും ലക്ഷ്യം അടയാളപ്പെടുത്തുന്നതിനായും ചിലയിടങ്ങളിൽ കാമികാസെ സ്റ്റൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിനുമായാണ് ഇവ ഉപയോഗിച്ചത്. തുർക്കിയുടെ അസിഗാർദ് സോങ്കർ ഡ്രോണുകളുടെ ഭാഗങ്ങളും അതിർത്തികളിൽ നിന്ന് ലഭിച്ചതായി വ്യോമസേനയും വ്യക്തമാക്കിയിരുന്നു.